ഗൈസ് എല്ലാവർക്കും ക്വസ് പി എസ് സി ഹസൽ പി വൈ ക്യൂയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 132/2025 സ്റ്റെനോഗ്രാഫർ ടൈപ്പിസ്റ്റ് എക്സാമിന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. GK IT മലയാളം ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് നല്ല കുറേ ചോദ്യങ്ങളുണ്ട്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ആർ ദ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? 1 and 3. മഹാനദി, ഗംഗ. നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ്. ചോദ്യം 2, ഹൂ വർ ദ പ്രോമിനൻറ്റ് ലോയേഴ്സ് ഗേവ് അപ്പ് ദിയർ പ്രാക്ടീസസ് ആസ് എ പാർട്ട് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്? നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തൻ്റെ അഭിഭാഷക തൊഴിൽ ഉപേക്ഷിച്ച ലോയേഴ്സ് ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ സി 1, 3 and 4. ആരൊക്കെയാണ്? സി രാജഗോപാലാചാരി, മോത്തിലാൽ നെഹ്റു, CR ദാസ്. ആരൊക്കെയാണ്? സി രാജഗോപാലാചാരി, മോത്തിലാൽ നെഹ്റു, CR ദാസ്. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദി ഫോളോയിങ് വേർഡ്സ് റിലേറ്റഡ് ടു വിച്ച് ഡൈനാസ്റ്റി? താഴെ പറയുന്ന വാക്കുകൾ ഏത് ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ടതാണ്? ഏതൊക്കെയാണ് വാക്കുകൾ? കോയിൽ അധികാരികൾ, 1000, നാലുതാളി. കോയിൽ അധികാരികൾ, 1000, നാലുതാളി. ഈ വാക്കുകൾ ഏത് വംശവുമായി ബന്ധപ്പെട്ടയാണ്? പെരുമാൾ ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ടയാണ്. അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ് ആണ്. കറക്റ്റ് ഓപ്ഷൻ നമുക്ക് വായിക്കാം. കോലസ്വരൂപം എന്നറിയപ്പെടുന്നത് കോലത്തനാട്. നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നത് ഏറനാട്. പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി. തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. കോലസ്വരൂപം കോലത്തനാട്, നെടിയിരുപ്പ് സ്വരൂപം ഏറനാട്, പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി, തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് വർക്ക്സ് ഇൻക്ലൂഡഡ് ഇൻ മണിപ്രവാളം ലിറ്ററേച്ചർ? മണിപ്രവാളം ലിറ്ററേച്ചറിൽ സാഹിത്യശാഖയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വർക്ക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാക്കുന്നത്? ഓപ്ഷൻ ബി 2, 3 and 4 ആണ്. ഏതൊക്കെയാണ്? ചന്ദ്രോത്സവം, വൈശികതന്ത്രം, അനന്തപുര വർണ്ണനം. ചന്ദ്രോത്സവം, വൈശികതന്ത്രം, അനന്തപുര വർണ്ണനം. ഇത് മൂന്നുമാണ് മണിപ്രവാളം സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഏതൊക്കെയാണ്? ചന്ദ്രോത്സവം, വൈശികതന്ത്രം, അനന്തപുര വർണ്ണനം. അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ് ആണ്. നറോറ എവിടെയാണ്? നറോറ ഉത്തർപ്രദേശ്. കൂടംകുളം തമിഴ്നാട്. കൈഗ കർണാടക. റാവത്ത് ഭട്ട രാജസ്ഥാൻ. ഇന്ത്യയിലെ ആണവ നിലയങ്ങളാണല്ലേ. നറോറ ഉത്തർപ്രദേശ്, കൂടംകുളം തമിഴ്നാട്, കൈഗ കർണാടക, റാവത്ത് ഭട്ട രാജസ്ഥാൻ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബിലോങ്സ് ടു ട്രൈബൽ റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷേഴ്സ്? ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്ന ട്രൈബൽ റിവോൾട്ട് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ട്രൈബൽ റിവോൾട്ട് ആദിവാസി കലാപങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഏതൊക്കെയാണ്? ഭീൽ കലാപം, കുറിച്യ കലാപം, സാന്താൾ കലാപം. ഏതൊക്കെയാണ്? ഭീൽ കലാപം, കുറിച്യ കലാപം, സാന്താൾ കലാപം. റിൻ റിവോൾട്ട്, നാവിക കലാപം, അത് ആദിവാസി കലാപമല്ല. നമുക്ക് വർഷം കൂടെ ഒന്ന് നോക്കാം. ഭീൽ കലാപം നടന്ന എന്നാണ്? 1819. കുറിച്യ കലാപം 1812. സാന്താൾ കലാപം എന്നായിരുന്നു? 1855. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദി ഓർഗനൈസേഷൻസ് ആൻഡ് ഇറ്റ്സ് ഫൗണ്ടേഴ്സ്. ഏതൊക്കെയാണ്? ആത്മവിദ്യാസംഘം ആരാണ്? വാഗ്ഭടാനന്ദൻ. പ്രത്യക്ഷ രക്ഷ ദൈവസഭ കുമാരഗുരുദേവൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. പ്രത്യക്ഷ രക്ഷ ദൈവസഭ കുമാരഗുരുദേവൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. അടുത്ത ചോദ്യം, ഹൂ ഗോട്ട് ദ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് ഓഫ് ദി 2020 ഫൈനൽ ഹെൽഡ് അറ്റ് ബാർബഡോസ് ഇൻ 2024? 2024 ബാർബഡോസിൽ നടന്ന 2020 ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ച് ആരായിരുന്നു? വിരാട് കോഹ്ലി. അടുത്ത ചോദ്യം, ഫൈൻഡ് ദി ഓഡ് വൺ. ഒറ്റയനെ കണ്ടെത്താനാണ്. SMPS ആണ് ഒറ്റയൻ. എന്താണ് SMPS? സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. എന്താണ്? സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. അത് SMPS മാത്രം പവർ സപ്ലൈയുമായി ബന്ധപ്പെട്ട യൂണിറ്റാണ്. ബാക്കി PS2, USB ആൻഡ് VGA, വിഷ്വൽ ഗ്രാഫിക് അറേ, സിസ്റ്റം ഇൻ്റർഫേസും മദർ ബോർഡുമായിട്ട് നേരിട്ട് റിലേഷൻ ഉള്ളതാണ്. SMPS എന്താണ്? സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ യൂണിറ്റാണ് SMPS. PS2 എന്താണ്? പോർട്ട് ഇൻ്റർഫേസ് ആണ്. ടു കണക്ട് കീബോർഡിനെയും
മൗസിനെയും കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് ഇൻ്റർഫേസ് ആണ് PS2. പിന്നെ VGA എന്താണ്? വിഷ്വൽ ഗ്രാഫിക് അറേ. എന്തിനു വേണ്ടിയിട്ടാണ്? മോണിറ്ററിനെയും പ്രൊജക്ടറിനെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് VGA. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഇസ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിലെ ഫാസ്റ്റസ്റ്റ് മെമ്മറി ഏതാണ്? ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറിയാണ് ഫാസ്റ്റസ്റ്റ് മെമ്മറി. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജസ് ഓൾ ദ റിസോഴ്സസ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ റിസോഴ്സസും മാനേജ് ചെയ്യുന്നതാരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ്സ് ആൻ ഇൻ്റർഫേസ് ടു ദ യൂസർ. കമ്പ്യൂട്ടറും യൂസറും തമ്മിലുള്ള കണക്ഷൻ, ഇൻ്റർഫേസ് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. The program execution order is decided by the operating system when multiple application programs need to be run. പലതരം ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ റൺ ചെയ്യുമ്പം ഏത് ആണ് ആദ്യം റൺ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഏത് ഓർഡറിൽ ഏതാണ് ആദ്യം പെർഫോം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ദ പ്രോഗ്രാം എക്സിക്യൂഷൻ ഓർഡർ ഇസ് ഡിസൈഡഡ് ബൈ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെൻ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് നീഡ് ടു ബി റൺ. മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാം റൺ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഏത് പ്രോഗ്രാമാണ് ആദ്യം വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസറും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കമ്പ്യൂട്ടർ റിസോഴ്സസിൻ്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ട്രാൻസ്ലേറ്റർ ഇസ് എ സോഫ്റ്റ്വെയർ ദറ്റ് കൺവേർട്ട്സ് എ പ്രോഗ്രാം കോഡ് ഫ്രം. ട്രാൻസ്ലേറ്ററിൻ്റെ ഉപയോഗം എന്താണ്? പ്രോഗ്രാം കോഡിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ട്രാൻസ്ലേറ്റർ. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ട്രാൻസ്ലേറ്റർ. എ ട്രാൻസ്ലേറ്റർ ഇസ് എ സോഫ്റ്റ്വെയർ ദറ്റ് കൺവേർട്ട്സ് ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് വിൻഡോസ് വേർഷൻ മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ദ സ്റ്റാർട്ട് മെനു? മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ ഏത് വേർഷനിലാണ് സ്റ്റാർട്ട് മെനു ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഏത് വേർഷനിലാണ്? വിൻഡോസ് 95ലാണ്. വിൻഡോസ് 95. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ വെബ് ബ്രൗസർ? വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ് കൂട്ടത്തിൽ? മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എക്സ്പ്രസ് ആണ് വെബ് ബ്രൗസർ അല്ലാത്തത്. അപ്പോൾ വെബ് ബ്രൗസറിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് ഏതൊക്കെ പറയാം? ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ്, നെറ്റ്സ്കേപ്പ്, നാവിഗേറ്റർ. ഏതൊക്കെയാണ് വെബ് ബ്രൗസേഴ്സ്? ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ്, നെറ്റ്സ്കേപ്പ്, നാവിഗേറ്റർ. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് DVD-ROM? DVD-ROMൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. എത്രയാണ്? 4.7 GB ആണ്. 4.7 GB. അടുത്ത ചോദ്യം, വിച്ച് ഇസ് ദി കറക്റ്റ് മെത്തേഡ് ടു സെലക്ട് എ പാരഗ്രാഫ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് 2007? ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് മെത്തേഡ് ഏതാണെന്ന് മൈക്രോസോഫ്റ്റ് വേർഡിൽ ഏതാണ്? ട്രിപ്പിൾ ക്ലിക്ക് എനിവെയർ ഇൻ ദ പാരഗ്രാഫ്. പാരഗ്രാഫിൽ എവിടെയെങ്കിലും ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താൽ മതി. അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ശരിയായ ആർട്ടിക്കിൾ ഉപയോഗിക്കാനാണ്. ഹി വെയിറ്റഡ് ഫോർ ഡാഷ് അവർ ആൻഡ് എ ഹാഫ് ഫോർ ലഞ്ച്. അവർ വരുമ്പോൾ എന്താ വരും? ആൻ അവർ. ഹി വെയിറ്റഡ് ഫോർ ആൻ അവർ ആൻഡ് എ ഹാഫ് ഫോർ ലഞ്ച്. ചോദ്യം 62, ഹി സാറ്റ് ഡാഷ് ഹിസ് ഫ്രണ്ട്. ഹി സാറ്റ് ബിസൈഡ് ഹിസ് ഫ്രണ്ട്. ഫ്രണ്ടിൻ്റെ അരികിലിരുന്നു. ഹി സാറ്റ് ബിസൈഡ് ഹിസ് ഫ്രണ്ട്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ ബൈ ദ സൈഡ് ഓഫ്, ഒരു പൊസിഷൻ കാണിക്കുന്നതാണ് ബിസൈഡ് എന്ന് പറഞ്ഞാൽ. ഇനി ബിസൈഡ്സ് എന്താണ്? ഇൻ അഡീഷൻ ടു, എന്തെങ്കിലും അത് കൂട്ടിച്ചേർത്ത് പറയുന്നതിനെയാണ് നമ്മൾ ബിസൈഡ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ബിസൈഡ്സ് ഇംഗ്ലീഷ് ഹി നോസ് ഫ്രഞ്ച്. ഇംഗ്ലീഷ് കൂടാതെ അവൾക്ക് ഫ്രഞ്ചും അറിയാം എന്ന് പറയുമ്പം നമ്മളൊരു അഡീഷണൽ ആയിട്ടൊരു കാര്യം കൂട്ടിച്ചേർത്തയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബിസൈഡ്സ് ഉപയോഗിക്കും. ഇവിടെ ഹി സാറ്റ് ബിസൈഡ് ഹിസ് ഫ്രണ്ട്, അവൻ്റെ ഫ്രണ്ടിൻ്റെ അരികിലിരുന്നു. ബിസൈഡ് മീൻസ് ബൈ ദ സൈഡ് ഓഫ്. ബിസൈഡ്സ് ഇൻ അഡീഷൻ ടു എനിത്തിങ്. അടുത്ത ചോദ്യം, മൈ ബ്രദർ ഇസ് ഡാഷ് ബോയ് ഇൻ ഹിസ് ക്ലാസ്. ഏതാണ്? ഓപ്ഷൻ ബി, ദ ടോളസ്റ്റ്. മൈ ബ്രദർ ഇസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ഹിസ് ക്ലാസ്. ഐ സോ എ ഡാഷ് ഓഫ് ഡോഗ്സ്. എന്താണ്? പാക്ക് ഓഫ് ഡോഗ്സ്. ഐ സോ എ പാക്ക് ഓഫ് ഡോഗ്സ്. ഹേർഡ് ഓഫ് എന്തോ വരും? ഹേർഡ് ഓഫ് കാറ്റിൽ. ഗ്യാങ് ഓഫ് തീവ്സ് വരാം. ഫ്ലോക്ക് ഓഫ് ഷീപ്പ് വരാം. ഇവിടെ പാക്ക് ഓഫ് ഡോഗ്സ്. അടുത്തത്, ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ സെൻറ്റൻസ് ഗിവൻ ബിലോ. പാസീവ് ഫോം കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ദ old woman will be helped by him. The old woman will be helped by him. അടുത്ത ചോദ്യം, my friend has too many irons in his fire.
ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി അണ്ടർലൈൻ ഇഡിയം. ഇഡിയത്തിൻ്റെ മീനിങ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ടു മെനി അയേൺസ് ഇൻ ദ ഫയർ. എന്താണ് ടു മെനി അയേൺസ് ഇൻ ദ ഫയർ? ഹീ ഈസ് എൻഗേജ്ഡ് ഇൻ ടു മെനി എൻ്റർപ്രൈസസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം പല കാര്യങ്ങളിലും ഒരേപോലെ ഏർപ്പെടുക. അതാണ് ടു മെനി അയേൺസ് ഇൻ ഹിസ് ഫയർ. അടുത്ത ചോദ്യം, ഹീ സീംഡ് അഫക്റ്റഡ് ബൈ ഡിഫിഡൻസ്. ഐഡൻറ്റിഫൈ ദി ആൻറ്റണിം ഓഫ് ദി അണ്ടർലൈൻ വേർഡ്. ഡിഫിഡൻസിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഡിഫിഡൻസിൻ്റെ ഓപ്പോസിറ്റ്? കോൺഫിഡൻസ്. ഡിഫിഡൻസിൻ്റെ ഓപ്പോസിറ്റ് കോൺഫിഡൻസ്. ചോദ്യം 68, ഐ ഡാഷ് ദ ക്ലാസ് സിൻസ് 10 AM. കറക്റ്റ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഐ ഡാഷ് ദ ക്ലാസ് സിൻസ് 10 AM. ഐ ഹാവ് ബീൻ അറ്റൻഡിങ് ദ ക്ലാസ് സിൻസ് 10 AM. ഞാൻ 10 മണി മുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഐ ഹാവ് ബീൻ അറ്റൻഡിങ് ദ ക്ലാസ് സിൻസ് 10 AM. അടുത്ത ചോദ്യം, ഐ വെൻറ്റ് ഫോർ എ പിക്നിക് ടു റിലീവ് ദി ടെഡിയം ഓഫ് എവറിഡേ ലൈഫ്. ചൂസ് ദ സിനോണിം ഓഫ് ദ അണ്ടർലൈൻ വേർഡ് ടെഡിയം. ടെഡിയത്തിൻ്റെ സിനോണിം അർത്ഥം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. എന്താണ്? ബോർഡം. ടെഡിയം, ബോർഡം. ഓണർ ആൻഡ് ഗ്ലോറി ഡാഷ് ഹിസ് റിവാർഡ്. ഓണർ ആൻഡ് ഗ്ലോറി ഇസ് ഹിസ് റിവാർഡ്. ഓണർ ആൻഡ് ഗ്ലോറി ഇസ് ഹിസ് റിവാർഡ്. അടുത്ത ചോദ്യം, ഇഫ് ദേ ഹാഡ് റിക്വസ്റ്റഡ് മീ ഐ ഡാഷ് ദം. ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസിൻ്റെ തേർഡ് കണ്ടീഷനാണ്. ഇഫ് ദേ ഹാഡ് റിക്വസ്റ്റഡ് മീ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ദം. ഇഫ് ദേ ഹാഡ് റിക്വസ്റ്റഡ് മീ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ദം. ചോദ്യം 72, രാജു ഇസ് എ പേഴ്സൺ ഹു ബിൽഡ്സ് ഇൻ ഓർ വർക്ക്സ് വിത്ത് സ്റ്റോൺ. വൺ വേർഡ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. രാജു ഇസ് എ പേഴ്സൺ ഹു ബിൽഡ്സ് ഇൻ ഓർ വർക്ക് വിത്ത് സ്റ്റോൺ. ചൂസ് വൺ വേർഡ് ഫോർ ദി അണ്ടർലൈൻ വേർഡ്. ഏതാണ്? ഓപ്ഷൻ ബി, മേസൺ. ചോദ്യം 73, കോൾ ദ പോലീസ് സെറ്റ് ദ ഓൾഡ് ലേഡി ടു ഹെർ സൺ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ടാക്കാനാണ്. എങ്ങനെ വരും? ദ ഓൾഡ് ലേഡി കമാൻഡഡ് ഹെർ സൺ ടു കോൾ ദ പോലീസ്. ദ ഓൾഡ് ലേഡി കമാൻഡഡ് ഹെർ സൺ ടു കോൾ ദ പോലീസ്. ചോദ്യം 74, ഫൈൻഡ് ദ കറക്റ്റ് വേർഡ് ഫ്രം ദി ഫോളോയിങ് വേർഡ്സ്. കറക്റ്റ് വേർഡ് ഏതാണ്? അക്കോമഡേഷൻ ആണ് കറക്റ്റ്. ACCOMMODATION. 2 സിയും 2 എമ്മും ഉണ്ട് അക്കോമഡേഷന്. അതാണ് കറക്റ്റ്. ACCOMMODATION. എക്സെൻട്രിക്കിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? എക്സെൻട്രിക്ക് ECC ആണ്. ഇവിടെ S ആണ് കൊടുത്തിരിക്കുന്നത്. ECCENTRIC ആണ് എക്സെൻട്രിക്ക്. ട്യൂഷനോ? ട്യൂഷൻ നമ്മൾ സാധാരണയായി ഇങ്ങനെയാണ് എഴുതുന്നത്. പക്ഷേ ട്യൂഷൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്? TUITION ആണ്. TUITION ആണ് ട്യൂഷൻ. സ്പെസിമെൻ. സ്പെസിമെൻ്റെ സ്പെല്ലിംഗ് എന്താണ്? SPA അല്ല, SPE. SPECIMEN. സ്പെസിമെൻ. SPECIMEN. സ്പെസിമെൻ. എക്സെൻട്രിക്ക് ECCENTRIC. എക്സെൻട്രിക്. ട്യൂഷൻ TUITION. TUITION ആണ് ട്യൂഷൻ. SPECIMEN ആണ് സ്പെസിമെൻ. അക്കോമഡേഷന് 2 സിയും 2 എമ്മും വേണം. ACCOMMODATION. അക്കോമഡേഷൻ. അടുത്ത ചോദ്യം, വരുൺസ് പേരൻസ് ഹെൽപ്പ് ഹിം ടു ഓവർകം ഹിസ് ഡിഫിക്കൽട്ടീസ്. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വേർബ് ഓഫ് ദി അണ്ടർലൈൻ വേർഡ്. ഓവർകം. ഓവർകമ്മിനുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി, ഗെറ്റ് ഓവർ. ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർകം. ബാക്കിയും കൂടെ നമുക്ക് നോക്കാം. എ എന്താണ്? ഗെറ്റ് ത്രൂ. ഗെറ്റ് ത്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഫിനിഷ് അല്ലെങ്കിൽ കംപ്ലീറ്റ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം പൂർത്തീകരിക്കുക. അതിനെയാണ് ഗെറ്റ് ത്രൂ എന്ന് പറയുന്നത്. ഗെറ്റ് എക്രോസോ? ടു കമ്മ്യൂണിക്കേറ്റ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ടു ഗെറ്റ് എക്രോസ് എന്ന് പറയുന്നത്. മേക്ക് സം വൺ അണ്ടർസ്റ്റാൻഡ് സം ഐഡിയ. അതാണ് ഗെറ്റ് എക്രോസ്. ഗെറ്റ് എലോങ്ങോ? ഗെറ്റ് അലോങ് മീൻസ് ടു ഹാവ് എ ഗുഡ് റിലേഷൻ വിത്ത് സം വൺ. ടു ഹാവ് എ ഗുഡ് റിലേഷൻ വിത്ത് സം വൺ ആണ് ഗെറ്റ് അലോങ്, അല്ലെങ്കിൽ ഫ്രണ്ട്ലി എന്ന് നമുക്ക് പറയാം. അപ്പം ഗെറ്റ് ത്രൂ ടു ഫിനിഷ് ഓർ കംപ്ലീറ്റ് സംതിങ്. ഗെറ്റ് ഓവർ. ഗെറ്റ് ഓവർ എന്താ? ഓവർകം. ഗെറ്റ് അക്രോസ് ടു കമ്മ്യൂണിക്കേറ്റ്. ഗെറ്റ് അലോങ് ഫ്രണ്ട്ലി ഓർ ടു ഹാവ് എ ഗുഡ് റിലേഷൻ വിത്ത് സം വൺ. അടുത്ത ചോദ്യം, സച്ചിൻ പ്ലേഡ് വെൽ. ക്വസ്റ്റ്യൻ ടാഗ് ഏതാണെന്നാണ്? ഡിഡിൻറ്റ് ഹി. സച്ചിൻ പ്ലേഡ് വെല്ലിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഏതാ? ഡിഡിൻറ്റ് ഹി. പ്ലേഡ് ആയതുകൊണ്ട് തന്നെ എന്താണ്? ഡിഡ് പ്ലസ് പ്ലേ ആണ് പ്ലേഡ്. അപ്പം ഡിഡിൻറ്റ് ഹി. അടുത്ത ചോദ്യം, ദ ഡോർ മസ്റ്റ് ബി കെപ്റ്റ് ലോക്ക്ഡ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. എന്ത് തരം സെൻറ്റൻസ് ആണെന്ന് ചോദിച്ചേക്കുന്നത്? ദ ഡോർ മസ്റ്റ് ബി കെപ്റ്റ് ലോക്ക്ഡ് ഏത് സെൻറ്റൻസ് ആണ്? ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. പിക്ക് ഔട്ട് ദ അഡ്ജക്റ്റീവ് ഫ്രം ദ ഗിവൻ സെൻറ്റൻസ്.
അഡ്ജക്റ്റീവ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഐ ആം എ ക്ലവർ ബോയ്. ഏതാണ് അഡ്ജക്റ്റീവ്? ക്ലവർ ആണ് അഡ്ജക്റ്റീവ്. ഇനി ദ ജെൻഡർ ഓഫ് ദി വേർഡ് ഡച്ചസ്. ഡച്ചസ് ഏത് ജെൻഡറാണ്? ഫെമിനിൻ ജെൻഡറാണ് ഡച്ചസ്. അപ്പം മാസ്കുലിൻ ജെൻഡർ ഏത് വരും? ഡ്യൂക്ക് ആണ് അല്ലേ? ഡ്യൂക്ക് ഡച്ചസ് ആണ്. അടുത്ത ചോദ്യം, ഹി ഈസ് നെയ്തർ സ്മാർട്ട് നോർ ബ്രേവ്. നെയ്തർ നോർ ആണ് വരുന്നത്. നെയ്തർ നോർ. ഹി ഈസ് നെയ്തർ സ്മാർട്ട് നോർ ബ്രേവ്. ഇനി മലയാളം ചോദ്യങ്ങളാണ്. ശരി ഏതാണ്? അനുഗ്രഹീതനാണ് ശരി. അനുഗ്രഹീതൻ, ഓപ്ഷൻ ബി. അനുഗ്രഹീതനാണ് ശരി. ഉദ്യാനപാലകൻ സ്ത്രീലിംഗം എഴുതുക. ഉദ്യാനപാലകൻ ഉദ്യാനപാലിക. ഉദ്യാനപാലകൻ ഉദ്യാനപാലിക. ഹിതത്തെ കാക്ഷിക്കുന്നവൻ ഒറ്റപ്പദം എഴുതുക. ഹിതത്തെ കാക്ഷിക്കുന്നവൻ ആരാണ്? ഹിതാംശു. ഹിതത്തെ കാക്ഷിക്കുന്നവൻ ഹിതേച്ചു. ഹിതത്തെ കാക്ഷിക്കുന്നവൻ ആരാണ്? ഹിതേച്ചു. പുലിവാല് പിടിക്കുക. പുലിവാല് പിടിക്കുക എന്ന ശൈലി അർത്ഥമാക്കുന്നത് എന്ത്? സാഹസകർമ്മത്തിൽ ഏർപ്പെടുക. സാഹസകർമ്മത്തിൽ ഏർപ്പെടുക. അതാണ് പുലിവാല് പിടിക്കുക. 85. അഞ്ചാറ് വിഗ്രഹിക്കുമ്പോൾ. അഞ്ചാറ് എന്ന വാക്ക് വിഗ്രഹിക്കുമ്പോൾ എന്ത് വരും? അഞ്ചോ ആറോ. അഞ്ചോ ആറോ. തീപ്പെട്ടി വിഗ്രഹിക്കുമ്പോൾ എന്ത് വരും? തീ ഉണ്ടാക്കാനുള്ള പെട്ടി. തീ ഉണ്ടാക്കാനുള്ള പെട്ടിയാണ് തീപ്പെട്ടി. തീപ്പെട്ടി തീ ഉണ്ടാക്കാനുള്ള പെട്ടി. അവസരവാദി എന്നർത്ഥം വരുന്ന ശൈലി ഏത്? അഞ്ചാം പത്തി. അഞ്ചാം പത്തിയാണ് അവസരവാദി. ചോദ്യം 88. വെള്ളത്തിൽ വെട്ടിയാൽ വേർതിരിയുമോ എന്ന ചൊല്ലിൻ്റെ ആശയം എന്താണ്? ചിന്താശൂന്യമായ പ്രവൃത്തി. അതിനെയാണ് വെള്ളത്തിൽ വെട്ടിയാൽ വേർതിരിയുമോ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അന്തർഗതം. അന്തർഗതം പിരിച്ചെഴുതുമ്പോൾ എന്തോ വരും? അന്തഹ പ്ലസ് ഗതമാണ് അന്തർഗതം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? നിങ്ങൾ. നിങ്ങളാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. ശരിയായ വാക്യം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ശരി. രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നുമാണ് ശരി. ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചില്ല. അങ്ങനെ പറയണോ? അങ്ങനെ പറയണ്ട. ഇന്നലെ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചില്ല. അല്ലെങ്കിൽ ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചില്ല. അത് മതി. അങ്ങനെ പറഞ്ഞാൽ മതി. എന്നെ എൻ്റെ അച്ഛനാണ് വായിക്കാൻ പഠിപ്പിച്ചത്. അങ്ങനെ പറയണോ? വേണ്ട. എന്നെ അച്ഛനാണ് വായിക്കാൻ പഠിപ്പിച്ചത്. ഇനി അവൻ്റെ ഭാവിയെ പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. അങ്ങനെ ഭാവിയെ പറ്റി ഓർക്കണ്ട അല്ലേ? അവൻ്റെ ഭാവിയെ ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. ശരിയായ പദമേത്? സ്രഷ്ടാവാണ് ശരി. ഓപ്ഷൻ എ സ്രഷ്ടാവ്. 93. നിലാവ് എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഓപ്ഷൻ ഡി ചാന്തനികയാണ്. അപ്പം പര്യായം ഏതൊക്കെ വരും? നിലാവ്, ചന്ദ്രിക, കൗമുദി, ജ്യോത്സ്ന. നിലാവ്, ചന്ദ്രിക, കൗമുദി, ജ്യോത്സ്ന. വാഗിങ് ദ ടെയിൽ എന്ന ശൈലിയുടെ ആശയം എന്താണ്? ലോഹ്യം പറച്ചിൽ. വാഗിങ് ദ ടെയിൽ, ലോഹ്യം പറച്ചിൽ. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? കുട്ടികൾ. കുട്ടികളാണ് കൂട്ടത്തിൽപ്പെടാത്തത്. ബാക്കിയെല്ലാം സലിംഗമാണ്. കുട്ടികൾ അലിംഗമാണ് അല്ലേ? അടുത്തത് ഹ്രാസം. ഹ്രാസം വിപരീത പദം ഏത്? വികാസം. ഹ്രാസം വികാസം. പാണിയും പാദവും സമാസിക്കുമ്പോൾ. പാണീപാദം. പാണിയും പാദവും സമാസിക്കുമ്പോൾ പാണീപാദം. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? വിപാദിക. ഓപ്ഷൻ ബി ആണ് കൂട്ടത്തിൽപ്പെടാത്തത്. ബാക്കി വല്ലകി, വിഭജിക, പരിവാദിനിയൊക്കെ എന്താണ്? വീണയാണ്. പ്ലേ ടു ദ ഗാലറി എന്ന ശൈലിയുടെ ആശയം എന്താണ്? പ്ലേ ടു ദ ഗാലറി, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ തരം താണ രീതിയിൽ പെരുമാറുക. അതാണ് പ്ലേ ടു ദ ഗാലറി. വൻ കാര്യങ്ങൾ സാധിക്കാൻ നിസാരന്മാർ മതിയായേക്കും എന്നർത്ഥം വരുന്ന ചൊല്ല് ഏത്? മല തുളയ്ക്കാൻ ചുറ്റുളി പോരെ. മല തുളയ്ക്കാൻ ചുറ്റുളി പോരെ. വൻ കാര്യങ്ങൾ ചെയ്യാൻ നിസാരന്മാർ മതിയായേക്കും. അപ്പം ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കി വെക്കുക. ഡിസ്കഷൻ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു തോന്നുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഓക്കെ. നമ്മുടെ ചാനലിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് കൂടാതെ SCERT ക്ലാസ്സസ് 5th സ്റ്റാൻഡേർഡ് ടു 10th സ്റ്റാൻഡേർഡ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ന്യൂ SCERT ക്ലാസ്സസ് ആണ്. ഓക്കെ. അപ്പം ജോയിൻ ചെയ്യാത്തവർ കയറി ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.